ഹേ ഗൈസ്, അപ്പം നല്ലൊരു കുക്കർ മന്തി ഉണ്ടാക്കിയാലോ? അതും പുട്ടുപോലെ പൊടിഞ്ഞു പോണ നല്ലൊരു ബീഫ് മന്തി. അപ്പം നോക്കാം, വായോ. ആദ്യം അരിയൊന്ന് വെള്ളത്തിലിട്ട് കുതിരാൻ വയ്ക്കുക. പിന്നെ ഈ കാണുന്ന സ്പൈസസൊക്കെ ഒന്ന് നന്നായി വറുത്തെടുക്കുക. നന്നായി ഒന്ന് വറുത്തെടുത്ത് നമ്മുടെ മിക്സിൻ്റെ ജാറിലിട്ട് ഒന്ന് പൊടിച്ചെടുക്കുക. അധികമൊന്നും പൊടിയൊന്നും വേണ്ട, കുറച്ച് തരിതരിപ്പൊക്കെ ഇരിക്കട്ടെ. പിന്നെ കഴുകി വൃത്തിയാക്കി വെച്ച ബീഫിലേക്ക് 2 പീസ് മാഗി ക്യൂബ്, കുറച്ച് ക്യാപ്സിക്കം, പിന്നെ കുറച്ച് മല്ലിയില, പിന്നെ നമ്മുടെ പൊടിച്ച് വെച്ചിരിക്കുന്ന മസാല, പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി, കുറച്ച് ഉപ്പ്, പിന്നെ ഒരു ചെറിയ സവാള നുറുക്കിയത്. ഈ സമയത്ത് നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ച് ഓയിൽ ഒഴിക്കാം. ഞാൻ ഓയിലൊന്നും ചേർത്തിട്ടില്ല. നന്നായി മിക്സ് ചെയ്ത് വെള്ളം ഒഴിച്ച് ഒരു 10-12 വിസിലിന് അടുപ്പിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോഴേ നല്ല വേഗമുള്ളൂ. അതിന് ശേഷം വെന്ത ബീഫ് വേറൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ട് ഒരു പാനിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചിട്ട് നമ്മുടെ ബീഫിന് അതിലിട്ട് ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കുക കേട്ടോ. ഇത് നിർബന്ധമില്ല, വേണമെങ്കിൽ ചെയ്താൽ മതി. ബാക്കിയുള്ള മസാലയിലേക്ക് ഒരു ഉണക്കനാരങ്ങ, ഒരു 4 പച്ചമുളക്, പിന്നെ നമ്മുടെ കുതിർത്ത് വെച്ച അരിയിട്ട് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ച് ഒന്ന് മിക്സ് ചെയ്തിട്ട് അടച്ച് വെച്ച് ഞാൻ 3 വിസിൽ അടുപ്പിച്ചെടുത്തിരിക്കണം കേട്ടോ. അതിൻ്റെ വേവ് അനുസരിച്ചിട്ട് നിങ്ങൾക്ക് എത്ര വിസിലാണ് വെച്ചാൽ കണക്കനുസരിച്ചിട്ട് അടിച്ചെടുക്കാം. അപ്പോൾ അത്രയേ ഉള്ളൂ, നമ്മുടെ മന്തി റെഡി. പിന്നെ ആ ബീഫൊക്കെ എടുത്ത് അതിൻ്റെ മേലെ ഒന്ന് നേരത്തെ വെച്ചിട്ടുണ്ട് കേട്ടോ. കുറച്ച് സ്പൈസിയും ഫ്ലേവറി ആയിട്ടുള്ള മന്തി കഴിക്കണമെന്ന് ഉദ്ദേശിക്കുന്ന ആൾക്കാർക്ക് പറ്റിയ മന്തി റെസിപ്പിയാണ് കേട്ടോ ഇത്. പിന്നെ ഇത് സെല്ലാ റൈസിലാണ് ഉണ്ടാക്കേണ്ടത്. എനിക്ക് കിട്ടിയത് ബാസ്മതി റൈസാണ്, എന്നാലും കുഴപ്പമുണ്ടായിരുന്നില്ല. നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്ക്, അടിപൊളിയാണ്.